അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂജ ഹഡ്ജിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വിജയുടെ ജനനായകൻ സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്, കയാൽ എന്ന്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ, വിജയുടെ ഒരു ലാസ്റ്റ് സിനിമ എന്നാണ് നമ്മൾ കരുതണേ. അപ്പോൾ അങ്ങനെയാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് സിനിമ ആവാണ്ടിരിക്കട്ടെ, ഇനി വിജയ് സിനിമകൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അനശ്വര രാജൻ്റെ അടുത്തൊരു സിനിമയാണ് നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ ഡയറക്റ്റ് ചെയ്ത അഭിഷൻ ജീവനത്തിൻ്റെ സിനിമ. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 45 ദിവസങ്ങളോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ടൂറിസ്റ്റ് ഫാമിലി പോലെ ഒരു ചെറിയ ചിത്രം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ടൂറിസ്റ്റ് ഫാമിലി പോലെ തന്നെ ഈ സിനിമ നല്ലൊരു വിജയം തന്നെ നേടട്ടെ. അപ്പോൾ നമ്മുടെ കത്തനാറിന് വേണ്ടിയായിരുന്നല്ലോ ജയസൂര്യ താടിമുടിയൊക്കെ വളർത്തിയത്. അപ്പോൾ നമ്മുടെ 8 വർഷത്തിന് ശേഷം നമ്മുടെ ഷാജി പാപ്പനെ ആവാൻ വേണ്ടി അദ്ദേഹം ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. പഴയ ലുക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആടി 3 നല്ലൊരു സിനിമ ആവട്ടെ, ഒരു കിടിലൻ ടൈം ട്രാവൽ തന്നെ ആവട്ടെ. എന്തായാലും നമുക്ക് അടുത്ത വർഷം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഷൂട്ടിംഗ് ഇപ്പോൾ ഏകദേശം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അടുത്ത നമ്മുടെ ഷറഫുദ്ദീൻ്റെ ഒരു സിനിമയാണ് മധുവിധു. അപ്പോൾ സിനിമയുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ ഏത് ജോണറിലാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ, കോമഡി സിനിമ തന്നെ ആവട്ടെ. നമ്മുടെ ഷറഫുദ്ദീൻ്റെ ഈ മാസം, അതായത് ഒക്ടോബർ 16 റിലീസ് ചെയ്യണ ഇതപ്പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാത്രി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോയി ബുക്ക് ചെയ്യുക. ഈ മാസം തന്നെ ഇറങ്ങണ അടുത്തൊരു ത്രില്ലറാണല്ലോ നമ്മുടെ ഒക്ടോബർ 17 പാതിരാത്രി എന്ന സിനിമയുടെ സെൻസർ ചെയ്തിട്ടുണ്ട്. യു-ബാർ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സൗബിനും നവ്യ നായരും കൂട്ടുകെട്ടിൽ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. കിടിലൻ പോലീസ് വേഷം ത്രില്ലറൊക്കെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കാട്ടാളൻ്റെ പ്രൊമോ സോങ് അങ്ങനെ ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ നിഹാലാണ് പാടിയിരിക്കണം. നമ്മുടെ ചിറാപ്പൂഞ്ചി, ലാലേട്ടൻ എന്നീ സോങ്ങുകളൊക്കെ സൂപ്പർ ഹിറ്റ് സോങ്ങുകൾ തന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രൊമോ സോങ്ങും എന്തായാലും അടിപൊളി തന്നെ ആവട്ടെ. നമ്മുടെ സന്ദീപിൻ്റെ ഈക്കോ എന്ന സിനിമയുടെ വേറൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിടിലൻ പോസ്റ്റർ തന്നെ, ഒരു ഇൻ്റർനാഷണൽ ലെവൽ ടൈപ്പ് പോസ്റ്റർ തന്നെ വന്നിരിക്കണം. എന്തായാലും നമ്മുടെ കിഷ്കിണ്ട കണ്ണത്തിൻ്റെ ടീം തന്നെയാണ് മേക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റിയും ഒരു കുറവ് വരുത്തില്ല. എന്തായാലും സിനിമ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.